ഹായ് മക്കളെ, ഇതാ നമ്മുടെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, എസ്പെഷ്യലി നമ്മുടെ ബോട്ടണി സുവോളജി. അപ്പോൾ ഇത്രയും വെയിറ്റേജിനനുസരിച്ച് ചാപ്റ്റേഴ്സ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ സ്ഥിരം ലൈവിലും വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എത്രയുണ്ട്, ഏത് ചാപ്റ്ററിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ഇതുവരെ നമ്മൾ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ പോലെയല്ല, ഇത് നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് അനലൈസ് ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ബോട്ടണിക്ക് നോക്കുന്ന സമയത്ത് ഫോട്ടോസിന്തസിസ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. അത് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ ബോട്ടണി. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. 5 മാർക്ക് 6 മാർക്കിനനുസരിച്ചുള്ള വെയിറ്റേജ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ റെസ്പിറേഷൻ പ്ലാൻസ്, പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ 2 ചാപ്റ്ററും അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. പ്ലാൻ ഗ്രോത്ത് ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററിൽ എന്ന് ഒഴിവാക്കാൻ കുറച്ച് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെയല്ല. ആനുവൽ എക്സാം അല്ലെങ്കിൽ നമ്മുടെ ഈ മോഡൽ എക്സാമിന് അത്യാവശ്യം നല്ല വെയിറ്റേജിന് വരുന്ന ഒരു ചാപ്റ്റേഴ്സാണ് റെസ്പിറേഷനും അതുപോലെ തന്നെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റും. അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് 3 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സ്, ഇത് 3 അതായത് 3 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ് നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, പിന്നെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, അതുപോലെ തന്നെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒരേപോലെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഇതിലൊന്നും നിങ്ങൾ വിടാൻ പാടില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇനി നിങ്ങൾ പ്ലസ് ടുവിലേക്ക് പോകുമ്പോൾ പ്രാക്ടിക്കലാണെങ്കിലും ഇപ്പം നമ്മുടെ തിയറി എക്സാമിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ പറഞ്ഞത്. പിന്നെ ഈ കമ്പാരിറ്റീവ്ലി ഇതുപോലെ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജി ക്ലാസിഫിക്കേഷൻ. അവിടെ നിന്നും 3 മാർക്കോളം ചോദ്യങ്ങൾ വരുന്നതാണ്. പിന്നെ ഏറ്റവും ലീസ്റ്റ് വെയിറ്റേജ് വരുന്ന ഒരെണ്ണം പ്ലാൻ കിങ്ഡം ആണ്. അത്യാവശ്യം കുറേ ചാപ്റ്റർ നമ്മൾ ഓണം എക്സാം തൊട്ട് പഠിക്കുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല തറവായിട്ടുള്ളതാണ്. സോ ഡോണ്ട് വറി. അപ്പം ഈ വെയിറ്റേജ് അനുസരിച്ച് വേണം നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട്. ഇനി നമുക്ക് സുവോളജിയിലേക്ക് പോകാം. സുവോളജി നോക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്റേഴ്സും നമുക്കറിയാം, കുറേ കുട്ടികൾക്കും ബോട്ടണി സുവോളജി കമ്പയർ ചെയ്ത് നോക്കുമ്പം ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുതൽ സുവോളജി ആണ്, പിന്നെ പഠിക്കാനും കുറേ ഉള്ള പോലെ തോന്നാറുണ്ട്. ബട്ട് ആ രീതിയിൽ നിങ്ങൾ കൺസേൺ ആവേണ്ട. കാരണം നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മാരത്തോണിൽ ഫുൾ ചാപ്റ്റർ റിവിഷനായിട്ട് നമ്മുടെ സൈഡിൽ തന്നെ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടും ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. സുവോളജിയിലേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ മനോജ് സാർ എപ്പോഴും പറയുന്നതാണ് ആനിമൽ കിങ്ഡം ആണ് മക്കളെ, ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 6 മാർക്കിൻ്റെ ചോദ്യമാണ് ആനിമൽ കിങ്ഡത്തിൽ നിന്ന് വരുന്നത്. ബാക്കി അത്യാവശ്യം എല്ലാ ചാപ്റ്റേഴ്സും 3 മാർക്കാണ് വരുന്നത്. ബയോമോളിക്യൂൾസ്, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് എലിമിനേഷൻ, അതുപോലെ തന്നെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ 3 മാർക്ക് തന്നെയാണ് ബാക്കിയെല്ലാം വരുന്നത്. പിന്നെ ഇതിൽ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് സ്ട്രക്ചറൽ ഓർഗനൈസേഷനും ലിവിങ് വേൾഡുമാണ് ഏറ്റവും കുറഞ്ഞ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. 1 മുതൽ 2 മാർക്ക് വരെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. സോ ഈ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ബോട്ടണി ആൻഡ് സുവോളജി ഏറ്റവും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇനി വരുന്ന മാരത്തോൺ ലൈവുകളുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻസുകളുണ്ട്, ഇതൊന്നും മിസ്സാക്കരുത്. ഒരു കണ്ടന്റ് വീഡിയോ ഷോർട്സ് പോലും നിങ്ങൾ മിസ്സാക്കാതെ പഠിക്കുക. നമുക്ക് നല്ല മാർക്ക് തന്നെ മേടിക്കാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.